എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ശ്രീരാമ അവതാരത്തെക്കുറിച്ചാണ് അറിഞ്ഞത് അല്ലേ? ത്രേതായുഗത്തിലെ മഹാവിഷ്ണു ശ്രീരാമനായിട്ട് അവതരിച്ച കഥ നമ്മൾ അറിഞ്ഞു. അപ്പോൾ എന്താ ഈ യുഗം? ഹൈന്ദവ വിശ്വാസപ്രകാരം അനന്തമായ കാലത്തെ പല കാലചക്രങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അത് 4 യുഗങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. ഏതൊക്കെയാ? കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇങ്ങനെയാണ് ആ 4 യുഗങ്ങൾ വരുന്നത്. അപ്പോൾ ഒരു യുഗത്തിൽ തന്നെ ഒട്ടനേകം വർഷങ്ങളുണ്ട്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾ ചേർന്നിട്ടാണ് ഒരു യുഗം ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാ യുഗത്തിലും അല്ലെങ്കിൽ ഓരോ യുഗത്തിലും തുല്യ എണ്ണത്തിലാണ് വർഷങ്ങളെന്ന് വിചാരിക്കരുത്, വ്യത്യാസമുണ്ട്. ഒരു യുഗത്തിൽ ഉള്ള വർഷങ്ങളുടെ എണ്ണമല്ല അടുത്ത യുഗത്തിൽ. ഇത് ഭാഗവതത്തിലും മഹാഭാരതത്തിലും ഉള്ള കണക്കാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു യുഗത്തിനെ 4ആയിട്ട് തിരിക്കണമെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ അനുപാതം എങ്ങനെയാണെന്ന് വെച്ചാൽ വർഷങ്ങളുടെ അനുപാതം, നമ്പർ ഓഫ് ഇയേഴ്സിൻ്റെ റേഷ്യോ 4:3:2:1. അതെങ്ങനെയാണ് വരിക? ഇതനുസരിച്ച് കൃതയുഗത്തിൽ 17,28,000 വർഷമാണ്, 17,28,000 ഇയേഴ്സ്. ത്രേതായുഗത്തിലോ 12,96,000 ഇയേഴ്സാണ്, 12,96,000 വർഷങ്ങൾ. ദ്വാപരയുഗത്തിൽ 8,64,000 വർഷങ്ങൾ. പിന്നെ കലിയുഗത്തിൽ 4,32,000 വർഷങ്ങളാണുള്ളത്. അങ്ങനെ ഈ 4 യുഗങ്ങളും ചേർന്നതിനെയാണ് ഒരു മന്വന്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട വാക്കുകളായതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഓരോ മഹായുഗത്തിലും കൃതയുഗം മുതൽ കലിയുഗം വരെ വരുന്നുണ്ട്. വീണ്ടും ഇത് തുടരുന്നുണ്ട്. അപ്പോൾ മന്വന്തരങ്ങളും ആവർത്തനങ്ങളാണ്. നമ്മൾ ഓരോ യുഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ കൃതയുഗം കഴിഞ്ഞാൽ ത്രേതായുഗം കഴിഞ്ഞ് ദ്വാപരയുഗം കഴിഞ്ഞാൽ കലിയുഗം, പിന്നെയും അപ്പോൾ ഒരു മന്വന്തരം കഴിഞ്ഞു, വീണ്ടും മന്വന്തരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ദ്വാപരയുഗത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കൽ മധുരാപുരിയിലെ മന്നവനായിട്ട് രാജാവായിട്ട് ഉഗ്രസേന മഹാരാജാവ് വാണുകൊണ്ടിരുന്ന കാലം. അപ്പോൾ അതിൽ തന്നെ ചെറിയ ഒരു രാജ്യത്തിൻ്റെ രാജാവായിട്ട് ശൂരസേനൻ എന്ന രാജാവും ഉണ്ട്. രണ്ടുപേരും ബന്ധുത്വം പങ്കിടുന്നു എന്ന് മാത്രമല്ല, വളരെയധികം സൗഹൃദവും അവർ തമ്മിലുണ്ടായിരുന്നു. സ്നേഹബന്ധം അടിസ്ഥാനമാക്കിയിട്ട് തൻ്റെ 5 പുത്രിമാരെയും ഉഗ്രസേനൻ ശൂരസേന പുത്രന്മാരെ കൊണ്ടാണ് വേളി കഴിപ്പിച്ചത്. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരിക്കൽ ഉഗ്രസേനൻ രാജാവായി വാഴുന്ന കാലത്ത് കശ്മലനായ കംസൻ പിതാവിൻ്റെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. എന്നിട്ടോ മധുരാപുരിയിലെ രാജാവായിട്ട് സ്വയം സിംഹാസനാരൂഢനായി സ്വയം അങ്ങ് അവരോധിച്ചു. അവൻ്റെ വീര്യപരാക്രമത്തെയും പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അച്ഛനായിട്ടുള്ള ജരാസന്ധൻ്റെ ഭയങ്കര ശക്തിപ്രഭാവത്തെയൊക്കെ ഓർത്തിട്ട് ആരും അതിനെ എതിർത്തില്ല. അങ്ങനെ ഈ യദുവംശത്തിൽ ഒരുപാട് സംഭവ പരമ്പരകൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ദുഷ്ടന്മാരെ കൊണ്ട് ഭൂമിയുടെ ഭാരം വർദ്ധിച്ചു. ആ സമയത്ത് എവിടെയും അധർമ്മികളുടെ തേർവാഴ്ചയായി. അങ്ങനെ ഭൂമിദേവിക്ക് സങ്കടങ്ങൾ കൂടിക്കൂടി വന്നു. അപ്പോൾ ഭൂമിദേവി മനോവേദനയോടെ ബ്രഹ്മദേവനെ ചെന്ന് കണ്ടു. ഈ സങ്കടത്തിൽ നിന്ന് തന്നെ രക്ഷിക്കണേന്ന് പ്രാർത്ഥിച്ചു. നാരദാദി ബ്രഹ്മർഷി മുഖ്യന്മാരും ബ്രഹ്മാവും എല്ലാവരും കൂടി കൈലാസത്തിലേക്ക് പോയി. അവിടെ ആരാ ഉള്ളത്? പരമശിവൻ അല്ലേ? അപ്പം പരമശിവനോട് മഹാദേവനോട് സർവ്വസങ്കടങ്ങളും ഉണർത്തിച്ചു. അപ്പോൾ പാർവതിയെയും കൂട്ടി മഹാദേവൻ നമുക്ക് എല്ലാവർക്കും കൂടി വൈകുണ്ഠത്തിലേക്ക് പോവാമെന്ന് പറയും. അവിടെ മഹാവിഷ്ണുവിനെ പോയി കാണാമെന്നും പറഞ്ഞ് എല്ലാവരും പാർവതീദേവിയോടും ഒപ്പം വൈകുണ്ഠത്തിലെത്തി. ആരെയാണ് കണ്ടത്? മഹാവിഷ്ണുവിനെ കണ്ട് എല്ലാ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അരുളി ചെയ്തു, ഈ പൃഥ്വീഭാരം, ഭൂമിയുടെ ഭാരം തീർത്ത് ലോകരക്ഷ ചെയ്യുവാനും ധർമ്മം സ്ഥാപിക്കാനും വേണ്ടി ഞാൻ യഥാകാലം മധുരാപുരിയിലെ വാസുദേവ യാദവൻ്റെ പുത്രനായി. അപ്പം അങ്ങനെ ഒരു യാദവനുണ്ട് അവിടെ.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുത്രനായി അദ്ദേഹത്തിൻ്റെ പത്നിയായ ദേവകീ ദേവിയുടെ ഗർഭത്തിലെ എൻ്റെ സമ്പൂർണ്ണ കലകളോടും കൂടി അവതരിക്കും. അപ്പോൾ വിശ്വകാരിണിയായ വിഷ്ണുമായ ഉമാദേവിയോട് ചേർന്ന് അമ്പാടിയിൽ യശോദയുടെ പുത്രിയായും ജനിക്കും. അപ്പോൾ അവിടെ ദേവിയാണ് അവതരിക്കുന്നത്. എവിടെയാ? യശോദയുടെ അമ്പാടിയിൽ യശോദയുടെ പുത്രിയായിട്ട് ദേവിയും അവതരിക്കും. അപ്പോൾ എൻ്റെ തൽപ്പമായ സർവാധിനാഥൻ, അതായത് അനന്ത പാമ്പുണ്ടല്ലോ, എൻ്റെ അഗ്രജൻ ജ്യേഷ്ഠനായിട്ട് ജനിക്കും. അപ്പം എന്നിൽ ഭക്തിയുള്ള ദേവന്മാർ തങ്ങളുടെ സൂക്ഷ്മ അംശം കൊണ്ട് യാദവന്മാരും ഗോപന്മാരുമായിട്ടും ജനിക്കും. എന്നിൽ നിർവ്യാജ ഭക്തിയുള്ള ദേവാംഗനകൾ, ദേവസ്ത്രീകൾ ഗോപസ്ത്രീകളായിട്ടും പിറക്കും. അപ്പോൾ എല്ലാം ചെയ്യേണ്ടത് ആരാണ്? ജനനം ആരുടെ ഉത്തരവാദിത്തമാണ്? ബ്രഹ്മദേവൻ്റെ. അപ്പോൾ ഇതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തോളാൻ പറയുകയാണ് ബ്രഹ്മദേവനോട്. അത് കേട്ടപ്പോൾ എല്ലാവർക്കും ആനന്ദമായി. ഹാവോ, അപ്പോൾ എല്ലാത്തിനും ഒരു പരിഹാരം എന്തായാലും അടുത്ത് തന്നെ ഉണ്ടാവുമെന്ന് എല്ലാവർക്കും ബോധ്യമായി. ഈ സമയത്ത് ഭൂമിയിൽ എന്താ സംഭവിക്കുന്നത്? ഈ കംസൻ ഉഗ്രസേന മഹാരാജാവിൻ്റെ അധികാരം പിടിച്ചെടുത്തു. അവിടെ ഭയങ്കര അക്രമവും ലോകം മുഴുവൻ പീഡനവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദുഷ്ടന്മാർ പെരുകി എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ കംസൻ്റെ ഒരു കുഞ്ഞു പെങ്ങളാണ് ദേവകി. അപ്പോൾ കംസന് വളരെ സ്നേഹമാണ് ദേവകിയോട്. ദേവകിയുടെ അച്ഛൻ ദേവക യാദവനാണ്, അല്ലാതെ ഉഗ്രസേന മഹാരാജാവല്ല. ആ സമയത്ത് ബഹുഭാര്യത്വവും ബഹുഭർത്തൃത്വവും ഒക്കെ നിലനിന്നിരുന്ന കാലമാണ്. അപ്പോൾ വളരെ മിടുക്കിയും ലാവണ്യവതിയുമായ ദേവകിക്ക് ഒത്തിണങ്ങിയ ഒരു വരനെ തന്നെ കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. ആരാ? കംസൻ, അവളുടെ ജ്യേഷ്ഠനായ സഹോദരനായ കംസൻ. അപ്പോൾ ഉഗ്രസേനന് ഭരണാധികാരമൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ രാജകന്യകയായ ദേവകിയുടെ വിവാഹം രാജാവായി വാഴുന്ന താൻ തന്നെ നടത്തി കൊടുക്കേണ്ടതാണ് എന്ന് കംസൻ വിശ്വസിച്ചു, അത് നിശ്ചയിച്ചു. ഇപ്പം എന്താ? വസുദേവരെന്ന് വെച്ചാൽ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവായ വസുദേവരെ കൊണ്ട് തന്നെയാണ് ദേവകിയെയും വേളി കഴിപ്പിക്കാൻ കംസൻ തീരുമാനിച്ചത്. അപ്പം അങ്ങനെ ഒരു നാട്ടുനടപ്പ് പണ്ടുണ്ടായിരുന്നത് കൊണ്ടാണ് അങ്ങനെ. അപ്പം അതിൽ ആർക്കും എതിരുമില്ല. കാരണം വസുദേവരെ എന്ന് പറഞ്ഞാൽ വളരെ മാന്യനും മഹാനും ധീരനുമായ ഒരു വ്യക്തിയാണ്. ഇപ്പം ഭോജരാജാവിൻ്റെ മൂടിക്കും പദവിക്കും പ്രതാപത്തിനും അനുയോജ്യമായ ഒരു ബന്ധം തന്നെ ആയിരുന്നു അത് വളരെ കെങ്കേമമായിട്ടാണ് താനും കംസൻ നടത്തിയത്. ഒരു മഹോത്സവം പോലെയാണ് വിവാഹം കൊണ്ടാടിയത്. അത്രയും സ്നേഹമായിരുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ കംസനെ ദേവകിയോട്. ഭാഗവതത്തിലെ ആ വിവാഹം വളരെയധികം വർണ്ണിക്കുന്നുണ്ട്. എത്ര ദിവസം നീണ്ടു നിന്നെന്നും ആർക്കൊക്കെ എന്തൊക്കെ സമ്മാനങ്ങളും മാനവും ദക്ഷിണകളും എന്തെല്ലാം കൊടുത്തു, എങ്ങനെയെല്ലാം കൊടുത്തു എന്നെല്ലാം വളരെ വിശദമായി വിവരിക്കുന്നുണ്ട്. അപ്പോൾ ആചാരവിധി അനുസരിച്ച് എല്ലാവരെയും തൊഴുത് വന്നിച്ച് യാത്രാ അനുവാദങ്ങളും അനുഗ്രഹങ്ങളും വാങ്ങി വധൂവരന്മാർ തേരിൽ കയറേണ്ട ഒരു സമയം വന്നു. അപ്പോൾ വിശേഷവിധിയായി 12 ഭാരം സ്വർണം കൂടി വരദാനം എന്ന നിലയിൽ കംസൻ ആ രഥത്തിൽ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ അനുജത്തിയുടെ ഈ രഥം ഇപ്പോൾ നയിക്കാൻ പോകുന്നത് ഞാനാണ്. അങ്ങനെ എല്ലാവരും കേൾക്കെ ഉറക്കെ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് രാജാവ് ഭോജാധിപൻ ചമ്മട്ടിക്കോലൊക്കെ എടുത്ത് സാരഥിയുടെ സ്ഥാനത്ത് ചാടിക്കയറിയിരുന്നു. ഗംഭീരവാദ്യ മേളങ്ങളോടും ചതുരംഗ സേനകളുടെ അകമ്പടിയോടൊക്കെ കൂടിയിട്ടാണ് ആ വിവാഹഘോഷയാത്ര മുമ്പോട്ട് നീങ്ങുന്നത്. അപ്പോൾ മഹാരാജാവ് തന്നെയാണല്ലോ ചമ്മട്ടിയും വീശി തേര് തെളിക്കുന്നത്. ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. അത്ഭുതമാണ് എല്ലാവർക്കും. അയ്യോ, മഹാരാജാവ് ഇങ്ങനെയൊക്കെ ചെയ്യുമോ? അത്രയും സ്നേഹമാണ് എന്നെല്ലാവർക്കും മനസ്സിലായി. അവരത് പരസ്പരം മന്ത്രിക്കുകയും ചെയ്തു. അപ്പോൾ അനുജത്തി, രഥത്തിന് വേഗത കൂടുന്നത് കൊണ്ട് നിനക്ക് ഭയം തോന്നുന്നുണ്ടോ? എന്നാൽ ഞാൻ വേഗത കുറയ്ക്കാം. അത്രയും കരുതലാണ് അനിയത്തിയോട്. അങ്ങനെ സ്നേഹപൂർവ്വം പിന്തിരിഞ്ഞ് ചോദിച്ചപ്പോൾ ദേവകിയുടെ മുഖത്ത് ഇങ്ങനെ മന്ദഹാസം വിരിയുന്നതൊക്കെ വർണ്ണിച്ചിട്ടുണ്ട് ഭാഗവതത്തിൽ. അങ്ങനെ ഘോഷയാത്ര കുറച്ച് ദൂരം ചെന്നപ്പോൾ പെട്ടെന്ന് ആകാശതലത്തിൽ നിന്നും ഉച്ചത്തിൽ സ്ഫുടമായ സ്വരത്തിലൊരു അശരീരി
അതായത് ശരീരമൊന്നുമില്ല, എവിടെ നിന്നാണോ ശബ്ദം വരുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ ശബ്ദമുണ്ട്. എന്താ അശരീരി കേട്ടത്? ഹേ ദുഷ്ടനായ കംസ, നീ സൂക്ഷിച്ചു കൊള്ളുക. നിന്റെ ഈ സഹോദരി പെറ്റുണ്ടാകുന്ന 8ാമത്തെ പുത്രൻ നിന്നെ വധിക്കും. അതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ അതിനുള്ള മാർഗം ആരാഞ്ഞുകൊള്ളുക. ഇതായിരുന്നു ആ അശരീരി. അപ്രതീക്ഷിതമായിട്ടാണല്ലേ ഇത് കേട്ടിട്ടുണ്ടാവുക കംസൻ. അപ്പോൾ ഈ ആകാശവാണി കേട്ടപ്പോൾ, ഈ അശരീരി കേട്ടപ്പോൾ മരണഭീതിയാൽ കംസൻ ഒന്ന് നടുങ്ങി, ഒന്ന് ഞെട്ടിപ്പോയി. അനന്തരം ഒരു ഘോര സർപ്പത്തെ പോലെ ക്രുദ്ധനായി കണ്ണുകൾ തുറിച്ച് സഹോദരിയുടെ നേർക്ക് ഉഗ്രമായൊന്ന് നോക്കി. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന സ്നേഹമൊക്കെ പെട്ടെന്നങ്ങ് അപ്രത്യക്ഷമായി. അതേവരെ ആത്മാവിനെ പോലെയാണ് സ്നേഹിച്ചിരുന്നത് ആ അനുജത്തി. ഇപ്പം എന്തായി? ആത്മഭീതിയാൽ ഘോര ശത്രുവിനെ പോലെയായി. അവളെ വെറുത്തു കംസൻ. അപ്പോൾ ഇവളുടെ പുത്രൻ എന്നെ കൊല്ലുമെങ്കിൽ അതിനു മുമ്പ് ഇവളെ ഞാൻ കൊല്ലും. ഈ ജനമധ്യത്തിൽ വെച്ച് തന്നെ ഞാൻ കൊല്ലും. എൻ്റെ വാളിന് ഇവളെ ഞാൻ ഇരയാക്കും. നിൻ്റെ രക്ഷാമാർഗം ആരാഞ്ഞുകൊള്ളുവാൻ വാണീസൂചന നൽകിയിരിക്കുന്നതിനാൽ ദൈവം അതിന് സമ്മതിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. ദൈവവചനം തെറ്റുകയില്ല, ഇവളെ ഞാൻ കൊല്ലും എന്നൊക്കെ വിചാരിച്ച് ചിന്തിച്ച് രോഷാകുലനായി കംസൻ ചമ്മട്ടി തേർത്തടത്തിലേക്ക് എറിഞ്ഞ് വാളും കയ്യിലെടുത്തുകൊണ്ട് മുമ്പോട്ട് ചാടി അനിയത്തിയുടെ മുടി ഇങ്ങ് ചുറ്റി പിടിച്ചു. എന്നിട്ട് വലിച്ചു പൊക്കിക്കൊണ്ട് കഴുത്തിലേക്ക് ആഞ്ഞ് വെട്ടാൻ വേണ്ടി വാളോങ്ങി. അപ്പം ദേവകി കണ്ണു അടച്ച് വാവിട്ട് ഇങ്ങനെ പൊട്ടിക്കരയാണ്. അതുകൊണ്ട് ജനങ്ങളൊക്കെ സ്തബ്ധരായി. ഇപ്പം എന്താ ഇവിടെ സംഭവിച്ചത്? അവർക്കൊന്നും ഒരു ഇത്തിരി നേരത്തേക്ക് മനസ്സിലായില്ല. എല്ലാ സംഭവങ്ങളും തകിടം മറിഞ്ഞു. പെട്ടെന്ന് തന്നെ എല്ലാ സ്ഥിതിഗതികളും മാറിയില്ലേ? ഇത്രയും നേരം സന്തോഷവും സ്നേഹവും ആയിരുന്നുള്ള കംസൻ ഇപ്പം എന്താ കഥ? അങ്ങനെ മേളവാദ്യങ്ങളൊക്കെ നിലച്ചു. രാക്ഷസീയമായ ഭീഭത്സരംഗായി. ആ സമയം വസുദേവൻ കംസൻ്റെ കയ്യും വാളും കൂട്ടിപ്പിടിച്ച് തടുത്തുകൊണ്ട് ശാന്തതയോടെ പറഞ്ഞു, മഹാത്മൻ ചെയ്യരുത്. സ്ത്രീവധം പാപമാണ്. അങ്ങയുടെ കയ്യാൽ മരിക്കത്തക്ക എന്ത് കുറ്റാണ് ഇവൾ ചെയ്തത്? ആകാശത്ത് നിന്നും ഒരു വാണി കേട്ടതിനെ വിശ്വസിച്ച് സ്വന്തം സഹോദരിയെ വധിക്കാൻ ഒരുങ്ങുന്നത് എത്ര കഷ്ടമാണ്. ലോകത്തിൽ മനുഷ്യനായി ജനിച്ചാൽ അവന് മരണമുണ്ട്. ജനിച്ചാലേ മരണമുണ്ടല്ലോ. ഇന്നപ്പോൾ ഇന്ന സമയത്ത് ഈ വിധത്തിലാണ് മരണമെന്ന് വിധികർത്താവ് നിശ്ചയിച്ചിട്ടുള്ളത്. മറ്റാർക്കും തടുക്കാനും സാധ്യമല്ല. ബുദ്ധിമാനായ അങ്ങേക്ക് ഇത് അറിവുള്ളതാണല്ലോ. ഇവളുടെ അഷ്ടമപുത്രൻ, അതായത് 8ാമത്തെ കുട്ടി അങ്ങയെ വധിക്കുമെന്ന് വേദാവ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റാൻ പറ്റുമോ? അതിനും പുറമെ ഇങ്ങനെ ഒരു അശരീരി കൊണ്ട് അങ്ങയുടെ മരണം പ്രവചിക്കാൻ ദേവന്മാർക്ക് എന്താണ് ആവശ്യം? എല്ലാ രാജാക്കന്മാരുടെയും മരണത്തെക്കുറിച്ച് ആകാശവാണി കേൾക്കാറുണ്ടോ? വംശസ്ഥാപകനായ യദു, വിഷ്ണു, അന്ധകൻ മുതലായവർ എത്രയോ ശ്രേഷ്ഠന്മാരായിരുന്നു. അവരുടെ മരണത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ആകാശവാണി ഉണ്ടായതായിട്ട് നാം കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ സ്ഥിതിക്ക് ഇത് ശത്രുക്കളായ ഏതോ അസുരന്മാരുടെ കളിയാണ്, അവരുടെ മായാവാണിയാണെന്ന് വേണം ധരിക്കാൻ. അതുകൊണ്ട് അങ്ങ് ആ ചതിയിൽ വീഴരുത്. എന്നിട്ട് സ്വന്തം അനിയത്തിയെ വധിക്കാൻ ഒരുങ്ങരുത്. ആ പാവം അങ്ങ് ചെയ്യരുത് പറയാണ്. ആരാ പറയണത്? വസുദേവര് കംസനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുകയാണ്. മഹാരാജാവേ, ഞാൻ പറഞ്ഞതൊന്നും അങ്ങേക്ക് വിശ്വാസമായിട്ടില്ലെങ്കിൽ വേണ്ട. വസുദേവർ പിന്നെയും തുടരുകയാണ്. എന്താ പറയണത്? ഇവളുടെ അഷ്ടമ പുത്രൻ അങ്ങയെ വധിക്കുമെന്നാണല്ലോ അശരീരി. ഇവൾ പ്രസവിക്കുന്ന എല്ലാ ശിശുക്കളെയും അപ്പോൾ തന്നെ അങ്ങയെ കൊണ്ടുവന്ന് ഏൽപ്പിക്കാം. അങ്ങ് എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളൂ. അപ്പോൾ പിഞ്ചു പ്രായത്തിൽ തന്നെ നശിപ്പിച്ചാൽ പിന്നെ ആ കുഞ്ഞുങ്ങൾ അങ്ങേക്കൊരു ഭീഷണിയാവില്ലല്ലോ. ഇപ്രകാരം ചെയ്യാമെന്ന് ഈശ്വര സാക്ഷിയായിട്ട് ഞാനിതാ സത്യം ചെയ്യുകയാണ്. ഇങ്ങനെയൊക്കെ പറയുകയാണ് വസുദേവർ. അപ്പോൾ സത്യസന്ധനായ വസുദേവരുടെ അഭിപ്രായം സ്വീകാര്യമായിട്ട് കംസന് തോന്നുകയും ചെയ്തു. അതുകൊണ്ട് അനിയത്തിയെ വധിക്കാനുള്ള ഉദ്യമത്തിൽ നിന്നും അവൻ പിൻവാങ്ങി. രഥത്തിൽ നിന്നൊക്കെ ചാടി താഴെ ഇറങ്ങി മേളവാദ്യക്കാരും പരിവാരങ്ങളും തിരിച്ചു പോവാൻ അദ്ദേഹം കൽപ്പിച്ചു. തൻ്റെ രാജകീയ രഥത്തിൽ നിന്നും ആ ദമ്പതികളെ താഴെ ഇറക്കി. ആരാ? വസുദേവരെയും ദേവകിയെയും. വസുദേവ, നിൻ്റെ സത്യം ഞാൻ വിശ്വസിക്കുന്നു. സത്യലംഘനം ചെയ്യരുത്. അങ്ങനെ മുന്നറിയിപ്പ് കൊടുക്കുക. എന്നിട്ട് ഭോജരാജൻ തൻ്റെ രഥത്തിൽ കയറി അവിടെ നിന്നും പോയി.
അനന്തരം തൻ്റെ സ്വന്തം തേരിൽ നവവധുവിനെയും കയറ്റി അകമ്പടിക്കാരോ ആഘോഷമോ ഒന്നും കൂടാതെ വസുദേവർ തൻ്റെ വസതിയിലേക്ക് തിരിച്ചു. അങ്ങനെ മാസങ്ങൾ ഏതാനും കഴിഞ്ഞു. ദേവകി ഗർഭം ധരിച്ചു. കംസൻ അതറിഞ്ഞു. അപ്പോൾ ആദ്യത്തെ ഗർഭമാണ്. അദ്ദേഹം ഭയപ്പെട്ടില്ല. 10 മാസം കഴിഞ്ഞ് ആ സ്ത്രീ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. അപ്പോൾ ആ കുഞ്ഞു മുഖം നോക്കിയിട്ട് കുറേ നേരം ദേവകി കരഞ്ഞു. അപ്പോൾ വസുദേവർ പറഞ്ഞ വാക്കല്ലേ, അതുകൊണ്ട് ആ കുട്ടിയെ എടുത്ത് കംസൻ്റെ മുന്നിൽ വന്നു. അപ്പോൾ സത്യസന്ധത കണ്ട് സന്തോഷിച്ചു കംസന്. അത് കൊള്ളാം എന്ന് തോന്നി. അപ്പോൾ ദേവകി പ്രസവിക്കുന്ന 8ാമത്തെ പുത്രനാണല്ലോ എൻ്റെ ഘാതകനാകുമെന്ന് അശരീരിയുള്ളത്. അതുകൊണ്ട് ഈ നിർദോഷ ശിശുവിനെ ഞാൻ എന്തിനു വധിക്കുന്നു? കൊണ്ടുപോയി സുഖമായിട്ട് വളർത്തിക്കൊള്ളുക എന്ന് പറഞ്ഞു കംസൻ. ദുഷ്ടന്മാരായ ചിലർ ചിലപ്പോൾ കരുണാശാലികളായിട്ടും കാണപ്പെടും അല്ലേ? അപ്പോൾ അതിനിതൊരു തെളിവാണ്. കൗസൻ്റെ ആ സൗജന്യ ധർമ്മത്തെ അങ്ങനെ കണക്കാക്കാനുള്ളൂ. കുഞ്ഞിനെയും വഹിച്ചുകൊണ്ട് വസുദേവർ ദുഃഖിച്ച് കിടന്നിരുന്ന പ്രിയതമയുടെ അടുത്തെത്തി പൈതലിനെ അവളെ ഏൽപ്പിച്ചു. ആ മാതാവിന് അപ്പോഴുണ്ടായൊരു ആനന്ദം അല്ലേ, അത് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. മരിച്ച കുഞ്ഞ് പുനർജീവിച്ച ഒരു പ്രതീതിയാണ് അവൾക്ക് അപ്പോൾ ഉണ്ടായത്. അങ്ങനെ അവർ വളരെ സന്തോഷത്തോടു കൂടി താലോലിച്ച് ഗർഗമുനിയെ വരുത്തി ആ ശിശുവിനെ കീർത്തിമാൻ എന്ന് പേരുമിട്ടു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു അപൂർവ സംഭവം എന്ന പോലെ നാരദമുനി കംസരാജധാനിയിൽ എഴുന്നള്ളി. മഹർഷിയെ ആദരപൂർവ്വം സ്വീകരിച്ചു. കംസൻ വളരെ ആദരപൂർവ്വം നാരദ മഹർഷിയെ സ്വീകരിച്ച് അവിടെ ഇരുത്തി. എന്നിട്ട് ചോദിച്ചു, എന്താ അങ്ങ് വന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഭോജരാജാവേ, അങ്ങ് ശ്രീമാനും കീർത്തിമാനുമാണ്. ബുദ്ധിക്ക് പക്ഷേ അല്പം മാന്യം സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. അതെന്താ അങ്ങനെ ചോദിക്കണത്? എന്താ അങ്ങനെ ഒരു സംശയം തോന്നിയേ? അല്ല, അങ്ങയുടെ സഹോദരി പ്രസവിക്കുന്ന അഷ്ടമപുത്രൻ അങ്ങയെ വധിക്കുമെന്നാണല്ലോ അങ്ങ് കേട്ട അശരീരി. മുജ്ജന്മത്തിൽ കാലനേമി എന്ന അസുരനായിരുന്ന അങ്ങ് ദേവാംശം കൊണ്ട് ദേവിയുടെ തനയന്മാരായി പിറക്കുന്നവർക്കെല്ലാം ശത്രു തന്നെയാണ്. ആയതിനാൽ അങ്ങയെ വധിക്കാൻ 8ാമത്തെ പുത്രൻ തന്നെ വേണമെന്നില്ല, ഏതു പുത്രനും ആകാം. അതിനും പുറമെ 8ാമത്തെ നന്ദനൻ തന്നെയാണ് അങ്ങയെ വധിക്കുന്നതെങ്കിൽ അവൻ്റെ ജ്യേഷ്ഠന്മാരായ 7 പേരും അവനെ സഹായിക്കാൻ വരില്ലേ? അപ്പോൾ അതൊന്നും അങ്ങ് ആലോചിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങയുടെ ബുദ്ധിക്ക് അല്പം എന്തോ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നണു. അപ്പോൾ നാരദൻ ഏഷണിക്കാരനാണ്, നാരദവാക്യം വിശ്വസിക്കാൻ പാടില്ല എന്നൊക്കെ അങ്ങ് ധരിച്ചാലും എനിക്ക് വിരോധമില്ല. വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ നടക്കണമെന്നുള്ള ഉദ്ദേശമേ എനിക്കുള്ളൂ. ഈ വിധമൊക്കെ പറഞ്ഞുകൊണ്ട് നാരദ മഹർഷി അവിടുന്ന് അങ്ങോട്ട് പോയി. ആലോചിക്കാതെ കുട്ടിയെ കൊടുത്തയച്ചത് അബദ്ധമായി പോയെന്ന് ആർക്കും അപ്പോൾ തോന്നി. കംസന് തോന്നി. കംസൻ ചാടി എഴുന്നേറ്റൊരു മതയാനയെ പോലെ ഓടിപ്പാഞ്ഞ് സഹോദരിയുടെ മുറിയിൽ കടന്ന് തൊട്ടിലിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആ നിർദോഷ പൈതലിനെ കാലിൽ പിടിച്ച് തൂക്കിയെടുത്ത് പുറത്തു കൊണ്ടുവന്ന് ഒരു വട്ടപ്പാറയുടെ മേലെ ഈ വസ്ത്രമൊക്കെ അലക്കില്ലേ അതുപോലെ അങ്ങാഞ്ഞടിച്ച് നിഗ്രഹിച്ചു. എന്നിട്ട് ദേവകിയെ മാത്രമല്ല വസുദേവരെയും ചങ്ങലയിട്ട് പൂട്ടി കാരാഗൃഹത്തിലാക്കി. പിന്നീടുണ്ടാവുന്ന 5 പുത്രന്മാർക്കും ഈ വിധി തന്നെയാണ് വരുന്നത്. ഇപ്പോൾ സ്വന്തം സുഖത്തിന് വേണ്ടി മാതാപിതാക്കളെ പോലും കഠിനമായി ദ്രോഹിക്കുന്ന പുത്രന്മാരുണ്ട്. അവരെ ഉപദേശിക്കുന്നവർ അവരുടെ ശത്രുവായും പരിഗണിക്കപ്പെടുന്നു. കംസൻ്റെ സ്വഭാവം ഏതാണ്ട് ഈ വിധത്തിലായിരുന്നു. പിതാവായ ഉഗ്രസേനനെയും ചങ്ങല കൊണ്ട് ബന്ധിച്ച് കാരാഗൃഹത്തിലിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതുവരെയാണ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത വീഡിയോയിൽ ആരാണ് എത്രാമത്തെ പുത്രനായിട്ടാണ് ജനിക്കാൻ പോകുന്നത്, പിന്നീട് എന്തൊക്കെയാണെന്ന് പറയാം. ശരി, എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.